നല്ല അടിപൊളി കാർണിവലാണ്. ഇന്ന് എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കണം. എനിക്ക് ഐസ്ക്രീം കഴിക്കണം. എന്നെ ഈ ഫെയറിന് കൊണ്ടുവന്നതിന് വളരെ താങ്ക്സ് ഗായ്സ്. നീയും കൂടി ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് തോന്നി കിട്ടി, അതാ നിന്നെയും കൂടെ കൂട്ടിയേ. വാവ്, ഇത്ര വലിയ റൈഡോ! എനിക്കതിൽ ഇപ്പൊ തന്നെ കേറണം. നമുക്കും പോവാം. ദേ നോക്ക്, അവിടെ ഒരു റെസ്റ്റോറന്റ് എനിക്ക് വിശക്കുന്നു. അയ്യോ, എന്റെ കഥ കഴിഞ്ഞു. സാർ, നിങ്ങളുടെ ഓർഡർ. താങ്ക് യു. ഹണി, നീ എന്താ ഈ കാണിക്കുന്നേ? മേഡം എന്നോട് പറഞ്ഞിരുന്നു സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ക്ലോക്കിന്റെ മുകളിൽ പിസ്സ വെച്ച് കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹണി, നീ അത് കഴിച്ചതിന് ശേഷം സൂചിയിലെ മുള്ളെടുത്ത് പല്ല് കുത്തിക്കോ. എന്തിനാ എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബൈ ബൈ. ആ വേറെ എന്തൊരു ഭംഗിയാണല്ലേ. എനിക്കത് വേണം. അത്രേ ഉള്ളൂ കാര്യം. അത് ഇപ്പൊ തന്നെ ഞാൻ എടുത്തുകൊണ്ട് വരാം. നീ എന്തായി കാണിച്ചെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതാ നിങ്ങളുടെ ബേബി. ബൈ ബൈ. സോറി ഹണി, ഞാൻ ഈ ബെയറിനെ കുറിച്ചല്ല പറഞ്ഞത്, കടയിലുള്ള ആ ടെഡി ബെയറിനെ കുറിച്ചാ പറഞ്ഞത്. ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഷോപ്പിലേക്ക് പോയി അത് ജയിച്ചേ പറ്റൂ. ഓക്കേ. അയ്യോ, ആ കളിപ്പാട്ട കേറിപ്പോയി. ഹായ്, ഇപ്പൊ 2 പീസായല്ലോ. നിങ്ങൾ ഫൺഫെയറിൽ ഒരുപാട് ഫണ്ണാണ് കാണിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച ടെഡിയെയും നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോവാ. ബൈ. അയ്യോ, കിറ്റി പിണങ്ങിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇത് കണ്ടിട്ട് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഗേൾസ് കോമ്പറ്റീഷൻ. വരൂ, നമുക്ക് പോയി കോമ്പറ്റീഷൻ കണ്ടിട്ട് വരാം. ഇട മണ്ട, നമ്മൾ ആ ഗേൾസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് സമ്മാനമായി കെട്ടുന്ന ടെഡി ബിയർ കിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നു. എനിക്ക് ഈ സമയം വരെ അറിയില്ലായിരുന്നു നമ്മള് ഗേൾസ് ആണെന്നുള്ളത്. ഇട മണ്ട, പെൺവേഷം കെട്ടിക്കൊണ്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ പെൺവേഷം കെട്ടിപ്പോയ അത് ചീറ്റിംഗ് ആവില്ലേ? ഇല്ല, നമ്മൾ നല്ല പ്ലാനിങ്ങിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല, കിറ്റിയെ സന്തോഷിപ്പിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അതെ, ഇതെല്ലാം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി തന്നെയല്ലേ. വരൂ, നമുക്ക് വേഷം മാറാം. വേഗം വാ. ഇത് കണ്ടിട്ട് ശരിക്കും ഒറിജിനൽ പോലെ തന്നെയുണ്ടല്ലേ. സോറി. ഈ സ്ഥലം കൊള്ളാൻ തോന്നുന്നു. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. പേരെന്താ? ഇത് പോപ്പട്ടിയ ദേവി, പിന്നെ ഇത് ബണ്ണി ബായ്, ഇത് സോർദാർ റാണി, പിന്നെ ഞാൻ പ്രിൻസസ് ജെന്നിഫർ. ഞാൻ ഭായി, ഇത് ദേവി, റാണി, പിന്നെ ജെനിഫർ. ഒരൊറ്റ അടി വെച്ചേരും ഞാൻ. ശരി, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു. നമുക്ക് പങ്കെടുക്കാം. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽ ലേഡീസ്, ഗേൾസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്പോൺസർ ചെയ്യുന്നത് പിഗി ബാങ്ക്. ഇന്നത്തെ ആദ്യ
ആദ്യത്തെ മത്സരമാണ് കയറ് കയ്യിലെടുത്ത് തുള്ളിച്ചാടി ഓടിയാടി ചെയ്യുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതാണ് സ്കിപ്പിംഗ് റേസ്. എന്താ മനസ്സിലായോ? 3, 2, 1 ഗോ. ഞാൻ ജയിച്ചു. എടാ മണ്ട, നീ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തിയിരിക്കുക. സോറി, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ മണ്ടനല്ല, മണ്ടിയാണ്. കങ്കാരേ, നിന്റെ ലിപ്സ്റ്റിക് മാഞ്ഞു പോയി. മുതൽ റൗണ്ടിൽ വിജയിച്ചത് ജെന്നിഫറിന്റെ ടീം. അതാണ് കയ്യിലെടുക്കണം, മുഖത്ത് പൂശണം, ലോകം നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടണം. ഇതാണ് നിങ്ങൾക്കായുള്ള മേക്കപ്പ് കോമ്പറ്റീഷൻ. ആരാണോ അവരുടെ പാർട്ട്ണർക്ക് നന്നായി മേക്കപ്പ് ഇടുന്നത് അവരായിരിക്കും ഈ കോമ്പറ്റീഷനിൽ വിന്നർ. 3, 2, 1 ഗോ. ആഹാ, നന്നായി മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. എന്നാ പിന്നെ അത് തന്നെ കോപ്പി ചെയ്യാം. ആദ്യം ലിപ്സ്റ്റിക്, ഇനി പൗഡർ ഇടാം. അത് ശരി, എന്നെ കണ്ട് കോപ്പി അടിക്കാണല്ലേ? ഇപ്പൊ കാണിക്കാം. നീ എന്താണ് ഈ ചെയ്യുന്നത്? സോറി. എന്നോടാണോ നിന്റെ കളി? എന്റെ മുഖം മുഴുവൻ നിവൃത്തികേടാക്കി ഹണി. എന്നാ പിടിച്ചോ. അയ്യോ, അയ്യോ ഇന്നാ ഇത് വെച്ചോ, ഇത് പിടിച്ചോ. ഇന്നാ ഇന്നാ ഇത് വെച്ചോ. ആഹാ. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടാ, സംശയമുണ്ടോ? ഈ റൗണ്ടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇവര് 4 പേരും തോറ്റിരിക്കുന്നു. ഇതിൽ നമ്മുടെ ലോമഡിയാണ് വിജയിച്ചിരിക്കുന്നത്. നമ്മൾ വിജയിച്ചു. അടുത്ത റൗണ്ട് കുട്ടികളെ പോലെ ചുറ്റി വന്നിരിക്കണം. അതായത് ബേബി സിറ്റിംഗ്. മനസ്സിലായല്ലോ? ഇത് 3ാമത്തെ റൗണ്ടാണ്. ഇതിൽ നമ്മൾ വിജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടില്ല. അതിന് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് എന്താ കാര്യം? നമുക്ക് കിട്ടേണ്ട ടെഡി ബെയർ അല്ലേ? ഓക്കെ, എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് കിട്ടിയാലേ ടെഡി ബെയർ കിട്ടുമെന്ന്. കുട്ടി കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന സമയത്ത് പോലും ഈ കുഞ്ഞു കരഞ്ഞു കാണില്ല. ലല്ലല്ലല്ലല്ലല്ലി, ലല്ലല്ലി, അയ്യാ. ഔ, ഊ, 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 ആ. നീ ആള് കൊള്ളാലോ ഹണി. കുഞ്ഞിന് കളിപ്പാട്ടം കൊടുക്കേണ്ടി വരും. ഇപ്പൊ കളിപ്പാട്ടം എവിടെ നിന്നാ കിട്ടുക? അല്ല, നീ ഇപ്പൊ എന്തിനാ എന്നെ നോക്കുന്നേ? എല്ലാം ഓക്കെ ആയി. അയ്യോ, ആ കുഞ്ഞ് എവിടെ പോയി? അത് ദേ പോകുന്നു. വേഗം പിടിക്ക്. വെളിയിലേക്ക് വാ കുട്ടാ. ദേ നോക്കിയേ, ആ കുഞ്ഞ് ചിരിക്കുന്നുണ്ട്. ദേ, ആ കുഞ്ഞ് പിന്നെയും പോകുന്നു. വേഗം പിടിക്കേ. വേഗം വാ. ഈ കുട്ടി ചിരി നിർത്തുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് കോമ്പറ്റീഷനിൽ കാണിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് കാണാം ബേബി സിറ്റിംഗ് ആരാണ് നന്നായി ചെയ്യുന്നത്, ആരുടെ കുഞ്ഞാണ് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന്. ലോംഡിയുടെ ടീം ബേബി കരഞ്ഞുകൊണ്ടേയിരിക്കാണ്. ഇല്ല,
കുഞ്ഞാണ് കൂടുതൽ കരഞ്ഞത് ആ കുഞ്ഞിപ്പോൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ കോമ്പറ്റീഷനിലെ വിന്നർ ജെന്നിഫറിന്റെ ടീം. എല്ലാവരും നന്നായി കൈയടിക്ക്. അതോ നമ്മുടെ ടെഡി. ഇത്രയും ചെറിയ ടെടിയോ? കിറ്റിക്ക് വേണ്ടത് വലിയ ടെടിയായിരുന്നു. അത് സാരമില്ല, നമുക്ക് അതിന്റെ കൂടെ മാഗ്നിഫൈങ് ഗ്ലാസും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ കിറ്റിക്ക് വലിയ ടെഡി ബെയറിനൊപ്പം കളിക്കുന്നത് പോലെ തോന്നു. ഇത് കിറ്റിക്ക് കൊടുക്കാം. സോറി കിറ്റി, ഞങ്ങൾ നിനക്ക് വേണ്ടി ഇതാണ്. ഗിഫ്റ്റ് ഏതായാലും ഗിഫ്റ്റ് ആണ്. അത് വലുതാണോ ചെറുതാണോ എന്ന് നോക്കരുത്.